ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ആർക്കിടെക്ട്സ്. എടാ മക്കളെ, ബഫർ സൊല്യൂഷൻസ് എന്ന് പറയുന്ന ടോപ്പിക് എന്നുള്ള ഒരു ചാപ്റ്റർ ആയത്. ഈ ബഫർ ആക്ഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള ഐഡിയ അറിയുന്ന കുട്ടികൾക്കാണ് ഈ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റുക. സോ നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ടു 1 liter സൊല്യൂഷൻ containing 0.1 mole each of ammonia and ammonium chloride, 0.05 moles of NaOH are added. Change in pH will be. അതായത് നമ്മുടെ കയ്യിലുള്ള സൊല്യൂഷൻ 1 liter സൊല്യൂഷൻ ആണ്. ആ 1 liter സൊല്യൂഷനിൽ എന്തൊക്കെ അടങ്ങിയിട്ടുണ്ട്? 1 liter സൊല്യൂഷനിൽ ശ്രദ്ധിക്കാം, അതിൽ നമ്മുടെ കയ്യിൽ 0.1 മോൾ അമോണിയ ഉണ്ട്, 0.1 മോൾ അമോണിയ ഉണ്ട്, പ്ലസ് 0.1 മോൾ അമോണിയം അയോണും ഉണ്ട്. അമോണിയം ക്ലോറൈഡ് കണ്ടെയ്ൻസ് അമോണിയം അയോൺ NCl മൈനസ്. അപ്പൊ അമോണിയം അയോണും അമോണിയ ഉള്ള സൊല്യൂഷനാണ്. ഒരു വീക്ക് ബേസും അതിന്റെ കോൺജുഗേറ്റ് ആസിഡുമാണ്. അമോണിയ എന്ന് പറയുന്ന ആൾ ഒരു വീക്ക് ബേസ് ആണ്. അതേസമയം ആ അമോണിയയുടെ കോൺജുഗേറ്റ് ആസിഡ് ആണ് അമോണിയം അയോൺ. എ മിക്സ്ചർ ഓഫ് വീക്ക് ബേസ് ആൻഡ് ഇറ്റ്സ് കോൺജുഗേറ്റ് ആസിഡ്, ദാറ്റ് ഈസ് കോൾഡ് ആസ് എ ബേസിക് ബഫർ. ഇതൊരു ബേസിക് ബഫർ ആണ്. ആ ബേസിക് ബഫറിന്റെ pH കാണാനുള്ള ഫോർമുല എന്താ? ബേസിക് ബഫറിന്റെ POH കാണാൻ ഫോർമുല ഉണ്ടല്ലോ. ബേസിക് ബഫറിന്റെ POH is equal to pKb of that weak base, pKb, plus logarithm of concentration of conjugate base, concentration of conjugate acid divided by concentration of base. Okay, അപ്പോ pKb യുടെ വാല്യൂ 4.74 ആണ്, പ്ലസ് ലോഗരിതം ഓഫ് കോൺജുഗേറ്റ് ആസിഡിന്റെ അളവ് 0.1, ബേസിന്റെ അളവും 0.1. സോ 0.1 by 0.1 എന്ന് പറഞ്ഞാൽ log 1 വരും. log 1 0 ആണ്. സോ POH യുടെ വാല്യൂ 4.74 ആണ്. 4.74 ആണ് നിലവിൽ നമ്മുടെ ബഫർ സൊല്യൂഷന്റെ POH എന്ന് പറയുന്നത്. ഇനി ക്വസ്റ്റ്യൻ, ഇതിലേക്ക് നമ്മൾ ഒരു 0.05 മോൾ NaOH ചേർക്കാൻ പോവാണ്. അപ്പൊ പുതിയ pH എത്രയായിരിക്കും? pH ഉണ്ടാവുന്ന മാറ്റം എത്രയായിരിക്കും? അപ്പൊ സാറേ ബഫർ ആണല്ലോ, ബേസ് ചേർത്താ pH മാറൂലല്ലോ, ചേഞ്ച് 0 അല്ലേ? അങ്ങനെ ഒരു 0 എന്ന ഓപ്ഷൻ പോലും ഇവിടെ ഇല്ല. ബഫർ എന്ന് പറയുമ്പോൾ ചെറിയ അളവിലെങ്കിലും pH മാറും, ബട്ട് എക്സ്പെക്റ്റഡ് ചേഞ്ച് ഉണ്ടാവില്ല. pH വാല്യൂ വല്ലാതെ മാറില്ല, സ്ലൈറ്റ് ചേഞ്ച് ഉണ്ടാവും. ആ സ്ലൈറ്റ് ചേഞ്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള പ്രശ്നമായിരുന്നു. എത്രയാണ് ചേഞ്ച് ഇൻ pH എന്നാണ് ചോദിച്ചത്. അപ്പൊ നമ്മൾ എങ്ങനെ ആൻസർ ചെയ്യാന്ന് ചോദിച്ചാൽ ബഫർ ആക്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ആൻസർ ചെയ്യാം. അപ്പോ 0.05 മോൾ NaOH, 0.05 മോൾ NaOH നമ്മുടെ ബഫർ സൊല്യൂഷനിലേക്ക് ചേർക്കുമ്പോൾ OH മൈനസ് അയോണുകളാണ് ബഫർ സൊല്യൂഷനിലേക്ക് വരുന്നത്. അപ്പൊ pH മാറുന്നതിനെ പ്രതിരോധിക്കാനായിട്ട് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ, നമ്മുടെ ബഫർ സൊല്യൂഷൻ OH മൈനസ് ആണല്ലോ വന്നേ. ബഫർ സൊല്യൂഷനിൽ 2 ആളുകളുണ്ട്, ഒരു ബേസും ഉണ്ട്, കോൺജുഗേറ്റ് ആസിഡ്. അപ്പൊ ബേസ് നമ്മൾ ഇതിലേക്ക് ഒരു NaOH ചേർക്കുമ്പോൾ OH മൈനസ് ആ വന്നത്, അതൊരു ബേസ് ആണ്. അയാളുമായി പ്രവർത്തിക്കുക സൊല്യൂഷനിലെ കോൺജുഗേറ്റ് ആസിഡ് ആണ്. കോൺജുഗേറ്റ് ആസിഡ് ആവുന്ന NH4 പ്ലസ് ഈ OH മൈനസുമായി പ്രവർത്തിക്കും. എങ്ങനെ പ്രവർത്തിക്കും എന്ന് ചോദിച്ചാൽ, NH4 പ്ലസ് കോൺജുഗേറ്റ് ആസിഡ് ആണ്. അയാൾ നൽകുന്ന H പ്ലസും OH മൈനസും കൂടെ വാട്ടറായിട്ട് ന്യൂട്രലൈസ് ചെയ്യപ്പെടും. അങ്ങനെ അമോണിയം അയോണിൽ നിന്ന് H പ്ലസ് അങ്ങ് പുറത്തേക്ക് പോയി ന്യൂട്രലൈസ് ചെയ്തു. അങ്ങനെയാണ് ദാറ്റ് ടേൺസ് ടു വാട്ട്? അമോണിയ. അത് അമോണിയ ആയിട്ട് ടേൺ ചെയ്യും. നമ്മൾ സൊല്യൂഷനിലേക്ക് ചേർത്ത OH മൈനസിന്റെ അളവ് എത്രയാ? 0.05 മോൾ ആണ്. അമോണിയം അയോൺ ഓൾറെഡി 0.1 മോൾ ഉണ്ട്, അമോണിയം 0.1 മോൾ ഉണ്ട്. അമോണിയം അയോൺ നമ്മുടെ സൊല്യൂഷനിൽ 0.1 മോൾ ഉണ്ട്, അമോണിയയും 0.1 മോൾ ഉണ്ട്. വാട്ടർ ഒരുപാടുണ്ട്, കാരണം സൊല്യൂഷൻ തന്നെ അക്വസ് സൊല്യൂഷൻ ആണ്. ഓക്കെ, അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നില്ല. മക്കളെ, ഈ 2 പേര് റിയാക്ട് ചെയ്യുമ്പോൾ ആരാ ലിമിറ്റിംഗ് റിയാക്ടന്റ്? OH മൈനസ് മുഴുവനായും റിയാക്ട് ചെയ്യും. OH മൈനസ് മുഴുവനായും റിയാക്ട് ചെയ്യും. OH മൈനസ് 0.05 മോൾ റിയാക്ട് ചെയ്യുമ്പോൾ NH4 പ്ലസും 0.05 റിയാക്ട് ആവുക. So 0.05 mole NH4 plus
റിയാക്ട് ചെയ്യാതെ ബാക്കി കിടക്കും. 0.05 റിയാക്ട് ചെയ്തു. അപ്പൊ ഇയാൾ 0.05 റിയാക്ട് ചെയ്തു, ഇയാളും 0.05 റിയാക്ട് ചെയ്തു, 0.05 ബാക്കിയായി. 0.05 മോൾ അമോണിയ ഫോം ചെയ്യും. ഇതൊന്ന് റിയാക്ട് ചെയ്താൽ അതൊന്ന് റിയാക്ട് ആവും, ഇതൊന്ന് ഫോം ചെയ്യും. അപ്പൊ 0.05 ഫോം ചെയ്താൽ അമോണിയയുടെ എമൗണ്ട് 0.15 മോളായിട്ട് മാറി. ഓൾറെഡി 0.1 ഉണ്ട്, 0.15 മോളായി. ഇനി എത്ര പുതിയ POH? POH കാണാനുള്ള ഫോർമുല PKB പ്ലസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് കോൺജുഗേറ്റ് ആസിഡ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് ബേസ്. റെഡി? അപ്പൊ എത്ര? ഇത് ചേർത്തതിന് ശേഷമുള്ള POH എന്ന് പറഞ്ഞാൽ POH is equal to PKB 4.74 പ്ലസ് ലോഗരിതം ഓഫ് കോൺജുഗേറ്റ് ആസിഡ് എത്രയാത്? 0.05, ബേസ് 0.15. So 0.05 divided by 0.15 എന്ത് വരും? ലോഗിന്റെ ഉള്ളില് രണ്ട് ഭാഗവും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 5/15. 5/15 പറഞ്ഞാൽ 1/3 ആണ്. സോ ലോഗരിതം ഓഫ് 1/3. നേരത്തെ PH എത്രയും? ആദ്യം ഉണ്ടായിരുന്ന PH അല്ല, POH ആണ്. ആദ്യം ഉണ്ടായിരുന്ന POH 4.74 ആയിരുന്നു. അതായത് NaOH ചേർക്കുന്നതിന് മുമ്പ്. NaOH ചേർക്കുന്നതിന് മുമ്പ് ഇയാളുടെ POH വാല്യൂ 4.74 ആയിരുന്നു. എന്നാൽ NaOH ചേർത്തതിന് ശേഷം 4.74 പ്ലസ് ലോഗ് 1/3 ആയി. അപ്പൊ ചേഞ്ച് ഇൻ POH എത്രയെന്ന് ചോദിച്ചാൽ അത് ലോഗ് 1/3 ആണ്. ലോഗ് 1/3 പറഞ്ഞാൽ ലോഗ് 1 മൈനസ് ലോഗ് 3. ലോഗ് ഓഫ് A/B is log A minus log B. ലോഗ് 1 0, ലോഗ് 3 0.47. സോ -0.47 ആണ് POH ഉണ്ടായ ചേഞ്ച്. അതായത് POH വാല്യൂ 0.47 കുറയും. ആ ബേസ് ചേർക്കുമ്പോൾ POH വാല്യൂ 0.47 കുറയും. POH കുറയും എന്ന് പറഞ്ഞാൽ PH കൂടും. അപ്പൊ PH ഉണ്ടാവുന്ന ചേഞ്ച് +0.47 ആണ്. POH ഒന്ന് കുറഞ്ഞാൽ PH ഒന്ന് കൂടും. അങ്ങനെയല്ലേ? അത്രേ ഉള്ളൂ. സോ POH എത്രയാണോ ചേഞ്ച്, സെയിം ചേഞ്ച് തന്നെ PH ഉണ്ടാവുക. ഇത് ഡിക്രീസ് ആയാൽ ഇത് ഇൻക്രീസ് ആവും. റെഡിയാണ്? സോ 0.47 ആണ് PH ഉണ്ടാവുന്ന മാറ്റം. സോ ഓപ്ഷൻ 4 ഇസ് ദ റൈറ്റ് ആൻസർ. റെഡിയാണല്ലോ മക്കളെ? ഓക്കെ, താങ്ക് യു.